സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി തലസ്ഥാന നഗരം വേദിയാകുന്ന റിയാദ് സീസൺ ആഘോഷത്തിന്റെ 5ാമത് പതിപ്പ് ഒക്ടോബർ 12-ന് ആരംഭിക്കും. പുതിയ 21 ഇവന്റുകൾ, 14 വിനോദ മേഖലകൾ, 11 ലോക ചാമ്പ്യൻഷിപ്പുകൾ, 10 ഫെസ്റ്റിവലുകളും എക്സിബിഷനുകളും ഇത്തവണയുണ്ടാകുമെന്ന് പൊതുവിനോദ അതോറിറ്റി മേധാവി അറിയിച്ചു. സീസണിന്റെ ഭാഗമായ ആഫ്രിക്കൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരം സെപ്റ്റംബർ 21-ന് തുടങ്ങും. 72 ലക്ഷം ചതുരശ്ര മീറ്റർ ചുറ്റളവിലാണ് റിയാദ് സീസൺ വേദികളൊരുക്കുക. റിയാദ് സീസൺ വേദികളും പരിപാടികളും ഒരുക്കുന്നതിനായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള കമ്പനികളും വ്യക്തികളുമായി പൊതുവിനോദ അതോറിറ്റി 4200 കരാറുകൾ ഒപ്പിട്ടു. 2100 കമ്പനികളുമായാണ് കരാറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ 95% പ്രാദേശിക കമ്പനികളാണെന്നും വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ വിമാനമായ എയർബസ് ബെലൂഗ A300 വ്യാഴാഴ്ച മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി. ആദ്യമായാണ് ബെലൂഗ ഒമാനിൽ എത്തുന്നത്. ഉത്തരധ്രുവത്തിൽ ജീവിക്കുന്ന ബെലൂഗ എന്ന തിമിംഗലത്തിന്റെ രൂപസാദൃശ്യമുള്ളതുകൊണ്ടാണ് എയർബസ് കമ്പനി ഈ പേര് നൽകിയത്. ആകാശത്തിമിംഗലം എന്ന് ബെലൂഗ A300 വിമാനം അറിയപ്പെടുന്നുണ്ട്. 2 നീല തിമിംഗലങ്ങളുടെ നീളമാണ് ഈ വിമാനത്തിലുള്ളത്. ബെലൂഗയ്ക്ക് 56.15 മീറ്റർ നീളവും 44.84 മീറ്റർ ചിറകിന്റെ നീളവുമുണ്ട്. വിമാനത്തിന്റെ ടേക്ക് ഓഫ് ഭാരം 1,55,000 കിലോ ആണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനപ്രീതിയുള്ള വിമാനമായ B747 വിമാനത്തേക്കാൾ വലിപ്പക്കുറവാണ് ബെലൂഗയ്ക്കെങ്കിലും കാർഗോ ഇനത്തിൽ ബെലൂഗ തന്നെയാണ് മുന്നിൽ. ഖരീഫ് കാലത്തോടനുബന്ധിച്ച് ഒരുക്കിയ സലാല ഭക്ഷ്യമേളയ്ക്ക് നാളെ സമാപനം. സലാല സൂഖ് ഷാത്തി അൽ ഹഫയിൽ ഈ മാസം 22-ന് ആരംഭിച്ച മേളയിൽ ആയിരക്കണക്കിന് പേരാണ് ദിനം പ്രതി എത്തുന്നത്. വാരാന്ത്യ അവധി ആയതിനാൽ അവസാന ദിവസങ്ങളിൽ ഭക്ഷ്യവിഭവങ്ങളും കലാപ്രകടനങ്ങളും ആസ്വദിക്കാൻ നിരവധി പേർ മേളയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിരവധി ഭക്ഷ്യ സ്റ്റോളുകളിലായി 100 കണക്കിന് രുചിവൈവിധ്യങ്ങൾ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ട്രക്കുകളിലും സ്റ്റോളുകളിലുമായി ഭക്ഷ്യ വിഭവങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ചെറുകിട ഇടത്തരം ഭക്ഷ്യ സംരംഭകരുടെ വേദി കൂടിയായി ഭക്ഷ്യമേള മാറി. വീടുകളിൽ ഭക്ഷണമൊരുക്കുന്ന സംരംഭങ്ങളും 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമാകുന്നു. അറബിക്കടലിലെ ആഴത്തിലുള്ള ഉഷ്ണമേഖല ന്യൂനമർദ്ദം ഒരു ഉഷ്ണമേഖല കൊടുങ്കാറ്റായി വികസിക്കുകയും അതിനെ അസ്ന എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തതായി ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. നിലവിൽ ഒമാൻ തീരത്ത് നിന്നും 900 കിലോമീറ്റർ അകലെയാണ് കൊടുങ്കാറ്റ്. റിയാദ് സീസൺ ടിക്കറ്റുകളുടെ കരിഞ്ചന്തയ്ക്കെതിരെ നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്നും സൗദിക്ക് പുറത്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക എന്നും സൗദി പൊതുവിനോദ അതോറിറ്റി ചെയർമാൻ തുർക്കി ആലു ഷെയ്ഖ് അറിയിച്ചു. പ്രാദേശിക അന്തർദേശീയ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ സീസൺ മേഖലകളിലൊന്നായ വയ റിയാദ് ഏരിയയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കരിഞ്ചന്ത ആപ്പുകളിലൂടെ റിയാദ് സീസൺ ടിക്കറ്റ് വിൽക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. അങ്ങനെയുള്ളവരെ അതോറിറ്റി വെച്ച് പൊറുപ്പിക്കില്ലെന്നും ടിക്കറ്റുകൾ വാങ്ങുന്നതിനുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമാണ് വിബുക്ക്, അതിലൂടെ മാത്രം ടിക്കറ്റ് വാങ്ങുക എന്നും ടിക്കറ്റുകളിൽ കൃത്രിമം കാണിക്കുകയും കരിഞ്ചന്തയിൽ വിൽക്കുകയും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സൗദിക്ക് പുറത്തുനിന്നാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഗീത പരിപാടികൾ, വിനോദ മേഖലകൾ, കായിക പരിപാടികൾ എന്നിവയുൾപ്പെടെയുള്ള ഇവന്റുകളുടെ ടിക്കറ്റുകളുടെ വില വർദ്ധിപ്പിച്ച് കരിഞ്ചന്തയിൽ കൃത്രിമം കാണിച്ച് മുതലെടുക്കുന്നവരെ നിരീക്ഷിക്കും. സന്ദർശകരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും തുർക്കി ആലു ഷെയ്ഖ് കൂട്ടിച്ചേർത്തു. ടിക്കറ്റുകളുടെ കരിഞ്ചന്തയെ തടയാൻ സ്വീകരിച്ച നടപടികൾ മുൻ സീസണുകളിൽ ഫലപ്രദമായിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് ഹഫർ അൽ ബാറ്റിൻ ഹെൽത്ത് ക്ലസ്റ്ററിൽ വിവിധ സ്പെഷ്യാലിറ്റികളിൽ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്കുള്ള നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിലേക്ക് 2024 ഓഗസ്റ്റ് 30 വരെ അപേക്ഷ നൽകാം. ബ്രസ്റ്റ് സർജറി, എമർജൻസി, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി എന്നീ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിലേക്കും ക്രിട്ടിക്കൽ കെയർ, ന്യൂറോളജി, വിട്രിയോറെറ്റിനൽ ഒഫ്താൽമോളജിസ്റ്റ്, ഇന്റർവെൻഷണൽ റേഡിയോളജി, കാർഡിയാക് കത്തീറ്ററൈസേഷൻ, പീഡിയാട്രിക് ICU, നിയോനാറ്റൽ ICU, എമർജൻസി എന്നീ സ്പെഷ്യാലിറ്റികളിൽ കൺസൾട്ടന്റ് തസ്തികകളിലുമാണ് ഒഴിവുകൾ. വിശദമായ ബയോഡാറ്റയും വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം പ്രത്യേക മെയിൽ IDയിലേക്ക് 2024 ഓഗസ്റ്റ് 30-ന് രാവിലെ 11 മണിക്കകം അപേക്ഷ നൽകാവുന്നതാണ്.
UAE-യിൽ സെപ്റ്റംബർ 1 ഞായറാഴ്ച ആരംഭിക്കുന്ന വിസ പൊതുമാപ്പ് പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷകരെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ദുബൈയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. ഈ വർഷം ഒക്ടോബർ 30 വരെയാണ്. 2 മാസമാണ് പൊതുമാപ്പ് കാലാവധി. ദുബൈയിലുടനീളമുള്ള 84 ആമിർ കേന്ദ്രങ്ങളിൽ ഏതിലേക്കും അപേക്ഷകർക്ക് പോകാമെന്നും GDRFA വ്യക്തമാക്കി. കൂടാതെ അൽ അഖീറിലെ GDRFA കേന്ദ്രത്തിൽ നിയമലംഘകർക്ക് സ്റ്റാറ്റസ് മാറ്റാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ സേവനങ്ങളും ആമിർ സെന്ററുകൾ കൈകാര്യം ചെയ്യുകയും ബയോമെട്രിക് ഫിംഗർപ്രിന്റ് ഉള്ളവർക്ക് എക്സിറ്റ് പെർമിറ്റ് നൽകുകയും ചെയ്യും. അതേസമയം GDRFAയുടെ അൽ അവീർ സെന്റർ വിരലടയാള സൗകര്യമായി പ്രവർത്തിക്കുകയും അതേസമയം രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിപ്പാർച്ചർ പെർമിറ്റ് നൽകുകയും ചെയ്യും. ലോകത്തിലെ സ്മാർട്ട് നഗരങ്ങളുടെ പട്ടികയിൽ മസ്കറ്റ് സ്ഥാനം പിടിച്ചു. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ 2024 സ്മാർട്ട് സിറ്റി പട്ടികയിൽ 142 നഗരങ്ങളിൽ 88 സ്ഥാനത്താണ് ഒമാന്റെ തലസ്ഥാന നഗരം. 96 സ്ഥാനത്ത് നിന്നും 8 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി. നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും സാങ്കേതിക പ്രയോഗങ്ങളെക്കുറിച്ചും മറ്റുമുള്ള താമസക്കാരുടെ വിലയിരുത്തൽ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അടിസ്ഥാന ശുചിത്വം, പുനരുപയോഗ സേവനം, പൊതുസുരക്ഷ എന്നിവയും മസ്കറ്റ് നഗരം പോയിന്റിൽ മികച്ചു നിന്നു. രാജ്യത്ത് അടിയന്തരമായി O പോസിറ്റീവ് ഗ്രൂപ്പ് രക്തം ആവശ്യമുണ്ടെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു. ഈ വിഭാഗത്തിൽപ്പെട്ടവർ ബോഷറിലെ ബ്ലഡ് ബാങ്ക് ആസ്ഥാനത്തെത്തി രക്തം ദാനം ചെയ്യണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമുണ്ട്. ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേരിട്ടെത്തി രക്തദാനം ചെയ്യാം. മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതായും ചുഴലിക്കാറ്റാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നിലവിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഒമാൻ തീരത്ത് നിന്നും 1000 കിലോമീറ്റർ അകലെയുള്ള ന്യൂനമർദ്ദത്തിന് 28 മുതൽ 38 നോട്ട് വേഗതയിലാണ് കാറ്റിന്റെ വേഗത. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഉഷ്ണമേഖല ചുഴലിക്കാറ്റായി മാറാനും ഒമാൻ കടലിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. അടുത്ത ആഴ്ച ആദ്യം മുതൽ ഒമാനിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒമാനിൽ ശൈത്യകാലത്തിന്റെ വരവറിയിച്ച് സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിട്ടും രക്ഷയില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 47.9 ഡിഗ്രി സെൽഷ്യസാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയ താപനില. ഹംറ അൽ ദ്രൂവ് പ്രദേശത്തായിരുന്നു ഇത്. സുനൈന 47.5, ഫഹൂദ് 47.7, ബുറൈമി 46.7, അൽഖാമിൽ അൽ വാഫി 46.4, മക്ഷിൻ 46.3, സമയം 45.9 എന്നിങ്ങനെയാണ് വിവിധ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഉയർന്ന താപനില.